ചക്കരേ, പോടാ പട്ടി. എന്റെ ഹൃദയം നിറച്ചു നീയോ. ഒന്ന് പോടാ കോഴി. ഈ ഹൃദയത്തിനുള്ളിൽ എന്നെ തീരാത്ത അച്ഛൻ പെൺപിള്ളേരുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ കോഴിത്തരത്തിനൊന്നും നിന്ന് തരാൻ എന്നെ കിട്ടത്തില്ല. എന്നാ നീ വേണ്ട മോളെ ഡയാന, നീ എങ്കിലും എന്റെ മനസ്സൊന്ന് കാണടി. എൻ്റെ പൊന്ന് ചേട്ടാ, എന്നെ വെറുതെ വിട്ടേക്ക്. എനിക്ക് ഓൾറെഡി ആളുണ്ട്. അങ്ങനെ ആരും ഇല്ലായിരുന്നേല് ഞാനൊന്ന് നോക്കിയാനെ. എന്നാ നിങ്ങൾ പോട്ടെ കോഴി. നിന്റെ അസുഖത്തിന് പറ്റിയ വേറെ ആരെങ്കിലും ഉണ്ടോ നോക്ക്. അങ്ങനെ അതും പോയി. സാരല്ല, ഇവിടെ പെൺപിള്ളേർക്കാണോ പഞ്ഞം, അടുത്ത് തന്നെ നോക്കാം. എടാ, നിനക്ക് എന്നും രാവിലെ ഏതെങ്കിലും പെമ്പിള്ളാരുടെ വായിന്ന് തെരുവിൽ കേട്ടില്ലേല് അന്നത്തെ ദിവസം ഉറക്കം വരില്ലേ? ഇതൊക്കെ ഒരു രസമല്ലേടാ. ഈ രസമെല്ലാം കൂടെ അവസാനം സാമ്പാറാവരുത്. നിന്റെ അച്ഛൻ അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുന്നുണ്ട്. തന്റെ അത്രയ്ക്ക് വലിപ്പിലാണോ? കയറ് പൊട്ടുവാണേല് നമുക്കൊരു മൂക്കുകയറോട് ഇടാന്നേ. കയറും കൊണ്ട് നീ അങ്ങോട്ട് ചെല്ല്. ആ കയറ് വാങ്ങിയിട്ട് അങ്ങേര് നിനക്ക് മൂക്കയറിട്ട് തരും. നീ ആ സ്റ്റാഫ്സിനോട് ഫ്ലോട്ട് ചെയ്യുന്നത് CCTV കൂടെ കണ്ടപ്പത്തിട്ട് തുടങ്ങിയതാ. നീ വേഗം അങ്ങോട്ട് ചെല്ലാൻ നോക്ക്. എന്നാ ഉള്ളത് ഞാൻ പോയിട്ട് കയ്യോടെ അങ്ങ് വാങ്ങിയിട്ട് വരാം. വന്നോ എന്റെ സാൽപുത്രൻ, നിന്നെ ഇങ്ങോട്ട് ആനയിച്ചു കൊണ്ടുവരാനായിട്ട് ഞാൻ ആളെ അയച്ചേനല്ലോ. ഏയ് അതൊന്നും വേണ്ട അച്ഛാ, വലിയ ബുദ്ധിമുട്ടാകുമെന്നേ. അവന്റെ ഒരു ബുദ്ധിമുട്ട്. നിന്നോട് ഞാൻ എപ്പോ വരാനാടാ പറഞ്ഞേ? 9 മണി. ഇപ്പൊ സമയം എന്തായി? 10:30. നിനക്ക് പകരം ഒരു വാഴ വെച്ചിരുന്നേല് അതെനിക്കൊരു കൊലയെങ്കിലും തന്നേനെ. അച്ഛൻ അങ്ങനെ മാത്രം പറയരുത്. ഞാനില്ലായിരുന്നേല് അച്ഛൻ ഈ ഉണ്ടാക്കുന്ന കാശൊക്കെ ആര് ചെലവാക്കുമായിരുന്നു? ഞാൻ എന്താ എന്റെ അച്ഛനെ വിളിക്കാത്തേന്നറിയോ? ആ ഭാഗ്യദോഷം ഞാനായി പോയുണ്ട്. എന്നെ പോലൊരു മോനെ കിട്ടിയത് അച്ഛന്റെ ഭാഗ്യദോഷമല്ല, ഭാഗ്യവാ. ചെറുക്ക, നിന്റെ അമ്മ എനിക്ക് ഇരിക്കപ്പുറത്ത് തരുന്നില്ല. 25 വയസ്സിനുള്ളിൽ നിന്റെ കല്യാണം നടന്നില്ലേ പിന്നെ നടക്കില്ലാന്ന് ഏതോ ഒരു ചോദ്യം പറഞ്ഞെന്നും പറഞ്ഞു. അവൾക്കറിയില്ലല്ലോ, ഇത്രയൊക്കെ പ്രായമായിട്ടും ഡോറയ്ക്ക് വഴിയും കാണിച്ചു കൊടുത്ത് ഒരു പ്ലെയിൻ പോന്ന കണ്ടാല് അത് പോന്ന വഴി നോക്കി വായും പൊളിച്ചു നിൽക്കുന്നവനെയാ അവൾ കെട്ടിക്കാൻ നടക്കുന്നതെന്ന്. 10-24 വയസ്സായില്ലേ നിനക്ക്? ഇനിയും വിവരം വെക്കാനായില്ലേ? എനിക്ക് നല്ല വിവരമൊക്കെ ഉണ്ട്. വിവരമുണ്ട്, വായി നോക്കാൻ മാത്രം. നിനക്ക് ഞാൻ 2 മാസം സമയം തരാം. അതിനുള്ളിൽ ഈ കമ്പനി ഏറ്റെടുത്ത് ഒരു കല്യാണം കഴിച്ചിരിക്കണം. ഇല്ല നിന്റെ ബാങ്കിൽ വിളിച്ചു പറഞ്ഞിട്ട് നിന്റെ അക്കൗണ്ട് ഞാൻ ഫ്രീസ് ചെയ്യിക്കും. പിന്നെ വേറൊരു കാര്യം, ഈ സൺഡേ നീ പെണ്ണ് കാണാൻ പോണം. ആ ബ്രോക്കർ നാരായണൻ നിന്റെ അമ്മയെ വിളിച്ച് പറഞ്ഞതാ. ഇത്തവണ ഞങ്ങൾ ആരും വരുന്നില്ല കൂടെ. ടിവിനെ കൂടെ കൊണ്ടുപോയിക്കോ. ലൊക്കേഷൻ നാരായണൻ അയച്ചു തരും. എന്നാ ഞാൻ പോട്ടെ? പോയിക്കോ. പിന്നെ പറഞ്ഞത് മറക്കണ്ട. വയറ് നിറച്ച് കിട്ടിയോ? കിട്ടി. പിന്നെ ഈ സൺഡേ നമുക്കൊന്ന് പെണ്ണ് കാണാൻ പോണം. ഞാനൊന്ന് കെട്ടിയതാ. ഇനി എനിക്ക് പെണ്ണൊന്നും കാണണ്ട. നിനക്കല്ല, എനിക്കാ. ഇത് നിന്റെ എത്രാമത്തെ പെണ്ണ് കാണലാടാ? 12. ഇതേലും നടക്കുവോ? നടന്നാലും ഇല്ലേലും അച്ഛൻ എനിക്ക് നന്നാവാനായിട്ട് 2 മാസത്തെ സമയം തന്നിരിക്കണേ. അതിനുള്ളിൽ ഞാൻ ഈ കമ്പനി ഏറ്റെടുത്ത് ഒരു കല്യാണം കഴിച്ചിരിക്കണമെന്ന്. എന്നാ നിനക്കിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കാതെ ഒരു പെണ്ണിനെ അങ്ങ് പ്രേമിച്ച് കെട്ടിക്കൂടെ? അതൊന്നും നടക്കുന്ന കേസല്ലടാ. ഇത് തന്നെയാണോടാ വീട്? അങ്ങേര് അയച്ചെന്ന ലൊക്കേഷൻ വെച്ചിട്ട് ഇത് തന്നെ ആവാനാ സാധ്യത. ഇവളെന്താ ഇവിടെ? എടാ, അപ്പൊ നീ ഇവളെയാണ് പെണ്ണ് കാണാൻ വന്നേ? അന്ന് ആരാണ് നമ്മളെ പറ്റിച്ചെന്നാ തോന്നുന്നത്. എന്റെ പൊന്നോ, എനിക്കൊന്നും വേണ്ടായി. ഞാൻ പോകുക. അതിനൊന്നും ഇപ്പൊ സമയമില്ല. കല്യാണം ഉറപ്പിക്കാനോ? എടാറ്റേ, ഇവക്ക് മുഴുത്ത വട്ടാടാ. ഓടിക്കോ. എടോ, തനിക്ക് വേറെ ആരും കിട്ടില്ലേ പെണ്ണ് കാണിക്കാനായിട്ട്? അത് പിന്നെ കുഞ്ഞെ ഒരു അബദ്ധം പറ്റിയതാ. എന്തബദ്ധം? തനിക്ക് അറിയാൻ പാടില്ലായിരുന്നോ അത് അവളായിരുന്നെന്ന്? അറിയായിരുന്നു. പിന്നെ എന്തിനാടോ താൻ ഞങ്ങളെ അങ്ങോട്ട് പറഞ്ഞിട്ടെ? അത് പിന്നെ മോനെ, ആ പെങ്കൊച്ച് എനിക്ക് കൂടുതൽ ക്യാഷ് തരാന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ. ക്യാഷ് കിട്ടിയാൽ താൻ എന്തും ചെയ്യുവോ? അവള് തന്നതിന്റെ ഇരട്ടി ക്യാഷ് ഞാൻ തരാം. ഇനി കല്യാണാലോചന എന്ന് പറഞ്ഞ എന്റെ വീടിന്റെ പരിസരത്ത് നിങ്ങളെ കണ്ടുപോകരുത്. അമ്മേ, അമ്മേ. എന്തിനാടാ കിടന്ന് തൊള്ള തുറക്കുന്നേ? ഞാനിവിടെ ഉണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. പെണ്ണ് കാണലോ അതും ഇതും എല്ലാം ഇവിടെ കൊണ്ട് നിർത്തിക്കോണം. എന്താടാ പെണ്ണ് കാണാൻ പോയിട്ട് വന്നിട്ട് ഇത്രയും ചൂട് നിനക്ക്? ഇന്നവൻ ആരെയാ പെണ്ണ് കാണാൻ പോയെന്ന് അമ്മയ്ക്ക് അറിയോ? ആ ഒലിയില്ലേ, ഇവന്റെ പുറകെ കുറെ നാളായിട്ട് നടക്കുന്നേ. അവളെയാണ് ഇവൻ പെണ്ണ് കാണാൻ പോയേ. എന്നിട്ട് എന്തായി? എന്നിട്ടെന്താവൻ ഞങ്ങളോട് നോടി രക്ഷപ്പെട്ടു. പോട്ടെ, സാരമില്ല.
കാണുന്ന എല്ലാ പെമ്പിള്ളാരോടും ഫ്ലേർട്ട് ചെയ്ത് നടക്കുന്ന ഗിരിരാജൻ കോഴിയല്ലേ ഇവൻ. അങ്ങനെയുള്ളവന് ദൈവമായിട്ടൊരു പണി കൊടുത്തതാ. അതും ശരിയാ. നീയും കൂടി അമ്മയ്ക്ക് കൂട്ടുനിന്നോ? നീ ഇവനെ കണ്ട് വേണം പഠിക്കാൻ. നിന്റെ പ്രായമല്ലേ ഉള്ളൂ ഇവനും. പക്ഷെ അവന് പിള്ളേര് രണ്ടാ. നീ ഇങ്ങനെ നടന്നോ മൗത്ത് ലുക്കിംഗ് ഓഫീസറായിട്ട്? എന്താ എൻ്റെ ജോലിക്കൊരു കുഴപ്പം? ഏയ് ഒരു കുഴപ്പമില്ല. മൗത്ത് ലുക്കിംഗ് ഓഫീസറായിട്ട് നടന്നിട്ട് അവസാനം മൗത്തിലെ പല്ല് പോകാതെ നോക്കിക്കോ നീ. എന്നാ ഞാൻ ഇറങ്ങട്ടെ അമ്മേ. ഇന്ന് ഈവനിങ് പിള്ളേരെ അവളെയും കൂട്ടിയിട്ട് പുറത്ത് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിൽക്കും മോനെ, ഞാൻ മക്കൾക്ക് കൊടുക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അതുകൂടി കൊണ്ടുപോകും.